അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. ഒരുപാട് സൂറത്തുകളുടെ പ്രത്യേകതകൾ ഈ ചാനലിലൂടെ നാം പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഹത്തായ ഒരു സൂറത്തിന്റെ പ്രതിഫലമാണ് നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ സൂറത്തിന്റെ പ്രതിഫലം നാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ആ സൂറത്ത് നാം നഷ്ടപ്പെടുത്തുകയില്ല. നമ്മുടെ ദുനിയാവും ആഖിറവും എന്ന് വേണ്ട നമ്മുടെ എല്ലാ വിജയത്തിനും കാരണമാവുന്ന സൂറത്താണത്. ആ സൂറത്ത് ഏതാണ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ഇൻഷാ അല്ലാഹ് വീഡിയോ പൂർണ്ണമായും കേൾക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. സൂറത്തു യാസീൻ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. ഒരുപാട് ആളുകൾക്ക് കാണാതെ അറിയുന്ന സൂറത്തുമാണ് സൂറത്തു യാസീൻ. എന്നാൽ വളരെയധികം അതിൻ്റെ മദ്ദുകളും ഷദ്ദുകളും നിയമങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട സൂറത്താണ്. ഒരുപാട് ആളുകൾക്ക് സൂറത്ത് യാസീൻ അറിയാം, പക്ഷെ സൂറത്ത് യാസീനെ അടിച്ചു വിട്ട് അങ്ങ് ഓതിപ്പോകുന്നത് കേൾക്കാറുണ്ട്. അതിൻ്റെ എല്ലാ നിയമങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. അപ്പോഴേ നമ്മുടെ യാസീൻ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. നാം പാരായണം ചെയ്യുന്നത് ഒരു മരിച്ച വ്യക്തിക്കാണെങ്കിൽ ആ വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം, നമുക്ക് ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടണം. ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നാം പാരായണം ചെയ്യുന്നത്. ആ സമയത്ത് അതിൻ്റെ നീട്ടേണ്ട സ്ഥലങ്ങൾ നീട്ടി, മണിക്കേണ്ട സ്ഥലങ്ങൾ മണിച്ച്, അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഓതുമ്പോഴേ നമുക്കതിന് പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സൂറത്ത് യാസീന് എങ്ങനെ ഓതണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു തരുന്ന ധാരാളം വീഡിയോകളുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യാസീൻ സൂറത്ത് നാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീൻ അതിൻ്റെ ഒന്നാമത്തെ പ്രതിഫലം പറയാം. സൂറത്തു യാസീൻ ബഅദൽ ഫജ്ർ, സുബ്ഹിക്ക് ശേഷം ഒരാൾ സൂറത്ത് യാസീനെ പാരായണം ചെയ്താൽ അല്ലാഹു തആല യഖ്ളി അല്ലാഹു ഹവായിജഹ ഫിദ്ദുനിയ വൽ ആഖിറ, അല്ലാഹു തആല അവന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഉദ്ദേശങ്ങളും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല അവന് നിറവേറ്റി കൊടുക്കും. മഹാന്മാർ കിതാബുകളിൽ വിവരിച്ച് നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം സൂറത്ത് യാസീൻ ലിമാ ഖുരിഅ, എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ സൂറത്ത് യാസീൻ അവൻ പാരായണം ചെയ്യുന്നത് അത് അവനിക്ക് ലഭിക്കുന്നതാണ് എന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും. മാഉ സംസം, സംസം വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞത് കാണാം. മാഉ സംസം ലിമാ ശുരിബ, എന്തിനു വേണ്ടിയാണോ മാഉ സംസം കുടിക്കുന്നത് അത് അവനിക്ക് ഹാസിലാകും. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ എന്തിനു വേണ്ടിയാണോ പാരായണം ചെയ്യുന്നത് അത് അവനിക്ക് കരസ്ഥമാകുമെന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ അവൻ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ ഓതുന്നത് അവന്റെ ദുനിയവിയും ഉഖറവിയുമായ ആവശ്യങ്ങൾ അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നാം പ്രധാനമായി കരുതേണ്ടത് നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു അമലുകളുടെയും സ്വീകാര്യത അവന്റെ നിയ്യത്തുകളെ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ഉദ്ദേശമാണോ നമുക്ക് ഹാസിലാകേണ്ടത് ആ ഉദ്ദേശം കരുതിയിട്ടായിരിക്കണം അവൻ പാരായണം ചെയ്യേണ്ടത്. നമ്മുടെ കടങ്ങൾ വീടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ കടങ്ങൾ വീടേണ്ട വ്യക്തി കടങ്ങൾ വീടണം, അതിനുവേണ്ടിയാണ് ഞാൻ സൂറത്ത് യാസീൻ ഓതുന്നത് എന്ന് നിയ്യത്തോടു കൂടി ഓതണം. മകളുടെ കല്യാണം ശരിയാവണോ, സൂറത്ത് യാസീൻ പരിഹാരമാണ്. നമുക്ക് നല്ല വീട് വേണോ, സൂറത്ത് യാസീൻ പരിഹാരമാണ്. നല്ല വാഹനം വേണോ, സൂറത്ത് യാസീൻ പരിഹാരമാണ്. എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണോ അവൻ പാരായണം ചെയ്യുന്നത് അതവനിക്ക് ലഭിക്കും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. രണ്ടാമത്തെ പ്രതിഫലം മൻ ഖറഅ സൂറത്തു യാസീൻ, സൂറത്ത് യാസീൻ ഒരാൾ പാരായണം ചെയ്തു, ഇദാ അസ്ബഹ, പ്രഭാതത്തിലാണ് ഒരാൾ പാരായണം ചെയ്തതെങ്കിൽ ലം യസൽ
ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുംസി, വൈകുന്നേരം വരെ അവൻ നല്ല സന്തോഷത്തിലായിരിക്കും, ഹാപ്പി ആയിരിക്കും അവന്റെ ജീവിതം. അവന്റെ സന്തോഷത്തിന് കോട്ടം വരുത്തുന്ന ഒരു വിഷമകരമായിരിക്കുന്ന സംഭവം അവന്റെ ജീവിതത്തിൽ ആ ദിവസം ഉണ്ടാവുകയില്ല. വമൻ ഖറഅഹാ ഇദാ അംസി, വൈകുന്നേര സമയത്ത് അവൻ ഇതിനെ പാരായണം ചെയ്താൽ ലം യസൽ ഫീ ഫറഹിൻ ഹത്താ യുസ്ബിഹ, പ്രഭാതം വരെ അവൻ സന്തോഷത്തിലായിരിക്കും. നമ്മുടെ ജീവിതം ഹാപ്പിയാവാൻ നമുക്ക് സൂറത്ത് യാസീൻ കാരണമാണ്. നാം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് വളരെ മൂഡ് ഓഫ് ആണ്, വളരെ ടെൻഷനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ പ്രഭാത സമയത്ത് നാം പാരായണം ചെയ്താൽ അന്ന് അവനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടാവുകയില്ല. സുബഹി നിസ്കരിക്കണേ, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നിർബന്ധമായ കാര്യമായതുകൊണ്ട് തന്നെ. സുബഹി നിസ്കാരം കഴിഞ്ഞ് സാധാരണ അവൻ ഓതുന്ന സൂറത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓതി അതിന്റെ കൂട്ടത്തിലെ സൂറത്ത് യാസീൻ അതും കൂടി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവൻ വളരെ ഹാപ്പി ആയിരിക്കും. ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണേ, നിങ്ങൾ ഇന്ന് സൂറത്ത് യാസീൻ ഓതിയിട്ടുണ്ടോ, എപ്പോഴാണ് ഓതിയത് എന്ന് കമന്റ് ചെയ്യണേ. ഓതിയിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ നിങ്ങൾ സൂറത്ത് യാസീൻ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ പ്രതിഫലം മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം, വമൻ ഖറഅഹാ ഫീ സക്കറാത്തിൽ മൗത്ത്, മരണമാസന്നമായതായിരിക്കുന്ന ഒരു രോഗി അവൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു, അല്ലെങ്കിൽ ആ രോഗിയുടെ അരികിൽ വരുന്ന ആളുകൾ പാരായണം ചെയ്തു. രോഗിയെ സന്ദർശിക്കുമ്പോൾ ഇദ്ദേഹം മരണം ആസന്നമായ അവസ്ഥയിലാണ് ഈ രോഗി ഉള്ളത് എങ്കിൽ ആ രോഗിയുടെ അരികിൽ വെച്ചുകൊണ്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും. മരണമാസന്നമായതായിരിക്കുന്ന രോഗത്തിൽ കിടക്കുന്ന ആ രോഗി സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ ലം യഖ്ബിദ് മലക്കൽ മൗത്തി റൂഹഹു ഹത്താ യറാ റിദ്വാനഹു, സ്വർഗത്തിലുള്ള അവന്റെ സ്ഥാനം കണ്ടിട്ടല്ലാതെ അവന്റെ റൂഹിനെ ആ മലക്ക് പിടിക്കുകയില്ല എന്നാണ്. എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നതല്ലേ. മാഷാ അല്ലാഹ്, നമുക്കൊക്കെ പാരായണം ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ അത് സൂറത്ത് യാസീൻ കൊണ്ടു നടക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മരിക്കുന്ന വേളയിൽ അവൻ സ്വർഗത്തിൽ ഏത് സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ള ആ സ്ഥാനം അവനിക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് അവന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കുന്നത്. ഇത്രയും വലിയ പ്രതിഫലമാണ് സൂറത്ത് യാസീൻ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. പതിവാക്കണേ, നമ്മുടെ ജീവിതത്തിൽ പകർത്തണേ. മറ്റൊരു നേട്ടം മഹാന്മാര് പഠിപ്പിക്കുന്നു, അങ്ങനെ അവന്റെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത്താ യുജി റിദ്വാന ഖാസിനിൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരനായിരിക്കുന്ന റിദ്വാൻ അലൈഹിസ്സലാം എന്ന മലക്ക് അവനിലേക്ക് വരികയാണ്. ബിശുർബത്തിൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വെള്ളവുമായിട്ടാണ് വരുന്നത്. ഫയശ്റബുഹ, ആ വെള്ളത്തിന് സൂറത്ത് യാസീൻ ഓതിയ മനുഷ്യൻ കുടിക്കുകയാണ്. മാഷാ അല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണല്ലേ. ആ വെള്ളം അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനിക്ക് ഒരു കാലത്തും ദാഹമേ ഉണ്ടാവുകയില്ല. അത്രയും വലിയ ദാഹം തീരുന്ന വെള്ളമാണ് സ്വർഗത്തിലെ വെള്ളം എന്ന് പറയുന്നത്. മാത്രവുമല്ല വഹുവ അലാ ഫിറാശി, അവനിക്ക് അല്ലാഹു തആല സ്വർഗത്തിലെ വിരിപ്പുകൾ നൽകും. മാത്രവുമല്ല വയഖ്ളി ഹവായിജഹാ, അവന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കും. സൂറത്ത് യാസീൻ പതിവാക്കിയാൽ ലഭിക്കുന്ന വളരെ മഹത്തായിരിക്കുന്ന നേട്ടങ്ങളാണ് പറഞ്ഞത്. വളരെ ചെറിയ നേട്ടങ്ങളാണ് പറഞ്ഞത്. ധാരാളം നേട്ടങ്ങൾ സൂറത്ത് യാസീനെ കുറിച്ച് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രതിഫലങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സൂറത്ത് യാസീൻ പഠിക്കാനും പകർത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ സൂറത്ത് യാസീൻ അതിന്റെ എല്ലാ നിയമങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്ത് പഠിപ്പിക്കുന്ന ധാരാളം വീഡിയോകൾ ഇന്ന് യൂട്യൂബുകളിൽ ലഭ്യമാണ്. അതൊക്കെ കണ്ടെത്തി നാം പഠിക്കുകയും നിയമങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി നാം പാരായണം ചെയ്യുകയും അല്ലാഹു തആല അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കണം. വീഡിയോക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. അല്ലാഹു തആല നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവൻ പൊരുത്തപ്പെടുന്ന
അടിമകളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.